നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ സ്റ്റ്യൂ റെസിപ്പിയുമായിട്ടാണ്. നമുക്കറിയാം ചിക്കൻ സ്റ്റ്യൂ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചിക്കൻ സ്റ്റ്യൂ. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ സ്റ്റ്യൂ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റ്യൂവിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, അതുപോലെ ഒരു വലിയ ക്യാരറ്റ്, പിന്നെ ഒരു 5-6 ബീൻസ്. ഇത് ഇത്രയും ഞാൻ ചെറിയ ചെറിയ സൈസിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ സ്റ്റ്യൂ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ സൈസിലായിരിക്കും. ഞാനിവിടെ ഇതെല്ലാം ഒരേപോലെ ചെറിയ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലൊരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയും ഇത്രയുമാണ് അല്ലാതെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളകും. പിന്നെ ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ്. ഒരു 100 ഗ്രാമേ എടുത്തിട്ടുള്ളൂ, കുറച്ചെടുത്തിട്ടേ ഉള്ളൂ ചിക്കൻ. അത് ബോൺലെസ് ചിക്കൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ വേണം. അത് 1-ാം പാല് 1/2 കപ്പും 2-ാം പാല് 1 കപ്പുമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു അടി കട്ടിയുള്ള ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഇതിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമുക്ക് ആദ്യം കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. നമ്മുടെ സ്പൈസസ് ഇതിൽ ഒരു ബേ ലീഫ്, ഒരു ചെറിയ പട്ട, അതുപോലെ കുറച്ച് കുരുമുളക്, ഒരു 3 ഏലയ്ക്ക, അതുപോലെ ഒരു 3 ഗ്രാമ്പൂ, ഇത്രയുമാണ് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് വെച്ചിരിക്കുന്ന ഞാനിങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചതച്ച് എടുക്കുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടാനാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതിൻ്റെ പച്ച മണം മാറിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച മണമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ആ ഒരു പച്ചമുളക്, അതൊരു 4 പച്ചമുളകാണ് ഞാൻ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം നിങ്ങളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ നമുക്ക് ഈ സ്റ്റൂവിൽ വരുള്ളൂ. വേറെ ഒരു എരിവും നമ്മൾ ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളത് എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾ സാധാരണ നമ്മുടെ ചിക്കൻ സ്റ്റൂ എന്ന് പറയുമ്പോൾ നല്ല കുറച്ചുകൂടെ വലിയ പീസസ് ആയിട്ടായിരിക്കും പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ് ഒക്കെ കട്ട് ചെയ്യുന്നത്. പിന്നെ ചിക്കൻ ആയാലും വിത്ത് ബോണായിരിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതാണ് ട്രഡീഷണൽ രീതിയിൽ ചിക്കൻ സ്റ്റൂ വെക്കുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അതായത് ടൈമൊന്നും ഇല്ലാണ്ട് രാവിലെ പെട്ടെന്ന് ഓഫീസിലോ സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്താൽ ഈസി ആയിരിക്കും. കാരണം അധികം ടൈമൊന്നും എടുക്കില്ല. 8 മുതൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും. അതുപോലെ തന്നെ ഇതിൽ നമുക്കിനി ചിക്കനും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ചിക്കൻ തന്നെ ബോൺലെസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കുക്ക് ചെയ്യാനായിട്ട് അധികം ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു ഇൻസ്റ്റൻറ്റ് ചിക്കൻ സ്റ്റൂ എന്ന് തന്നെ വിളിക്കാം. ആ രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചിക്കനും വെജിറ്റബിളും കൂടി നന്നായിട്ട് അങ്ങ് സോട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ആ കപ്പിൽ തന്നെ ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി. ഇത് ഇത്രയും കൂടി ചേർത്ത് നമുക്കിതിനെ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ്, 5 മുതൽ 8 മിനിറ്റ് വരെ അങ്ങ് അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അടച്ചിട്ട് കുക്ക് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇപ്പോൾ നമ്മളത് ഏകദേശം 8 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ കട്ട് ചെയ്തിടാം. എന്നിട്ട് അങ്ങ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കുക്കായി ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ തേങ്ങാപ്പാലും വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന ആ 1-ാം പാലങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ 1-ാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതുപോലെ തിളപ്പിച്ച ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, അല്ലാതെ ഒരിക്കലും പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്. ഇനി ഇത്
തിളച്ചങ്ങ് പൊങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചൂടായി എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇതിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഞാനിവിടെ ഓൾറെഡി ഹോൾ സ്പൈസസ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഫ്ലേവർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ചിക്കൻ സ്റ്റൂ. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെയൊക്കെ നമുക്കത് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രമേ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.